പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമാകുന്ന സത്യേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. എന്നെ കേൾക്കുവാൻ സർവശക്തനായ ദൈവം വീണ്ടും ഇടയാക്കുന്ന എല്ലാ അനുഗ്രഹിക്കപ്പെട്ട പ്രേക്ഷകർക്കും കർത്തൃനാമത്തിൽ എൻ്റെ ഹൃദയംഗമായ സ്നേഹവന്ദനങ്ങൾ. ദൈവഹിതമെങ്കിൽ ഇന്ന് നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് അത്തിവൃക്ഷത്തിൻ്റെ രഹസ്യം, ഒരു ജീവനുള്ള മുന്നറിയിപ്പും ജീവനുള്ള പ്രത്യാശയും എന്ന വിഷയത്തെ പറ്റിയാണ്. പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, മർക്കോസ് 11:12 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിലും മത്തായി 21:18 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിലും വിവരിക്കുന്ന അത്തിവൃക്ഷത്തെക്കുറിച്ചുള്ള വിവരണം യേശുവിൻ്റെ ദേഷ്യത്തെക്കുറിച്ചല്ല, മറിച്ച് അത് സത്യത്തെക്കുറിച്ചാണ്. യേശുക്രിസ്തു ഇലകൾ നിറഞ്ഞ ആ അത്തിവൃക്ഷത്തെ കണ്ടപ്പോൾ അത് ജീവനുള്ളതായി കാണപ്പെട്ടു. എന്നാൽ അവിടുന്ന് അടുത്ത് ചെന്നപ്പോൾ അതിൽ ഫലങ്ങളുണ്ടായിരുന്നില്ല. അവിടുന്ന് പറഞ്ഞു, ഇനി ആരും നിന്നിൽ നിന്ന് ഒരിക്കലും ഫലം ഭക്ഷിക്കാൻ ഇടയാകാതിരിക്കട്ടെ. അടുത്ത ദിവസം അത് ഉണങ്ങിപ്പോയി. യേശു യഥാർത്ഥത്തിൽ എന്താണ് കാണിച്ചു തരുന്നത്? ഫലമില്ലാത്ത ഇലകൾ, യാഥാർത്ഥ്യമില്ലാത്ത പുറംകാഴ്ച. ബൈബിളിൽ അത്തിവൃക്ഷം പലപ്പോഴും ദൈവജനത്തെ പ്രതിനിധീകരിക്കുന്നു. യിരെമ്യാവ് 8:13 കാണുക. ഈ മരത്തിന് ഇവയുണ്ടായിരുന്നു: ഇലകൾ, പുറമേ കാണിക്കുന്ന മതം, ഫലമില്ല, നീതിയില്ല, മാനസാന്തരമില്ല. ഇത് ആത്മീയമായി തോന്നിപ്പിച്ചു, പക്ഷേ അത് ശൂന്യമായിരുന്നു. ഇത് നമ്മുടെ തലമുറ ഉൾപ്പെടെയുള്ള എല്ലാ തലമുറകൾക്കുമുള്ള ഒരു മുന്നറിയിപ്പാണ്. ദൈവാലയവുമായുള്ള ബന്ധം ഒരു പ്രവചന സൂചന. മർക്കോസ് 11 അത്തിവൃക്ഷത്തിൻ്റെ കഥ പറയുന്നത് യേശു ദൈവാലയം ശുദ്ധീകരിക്കുന്നതിനോട് അനുബന്ധിച്ചാണ്. ഇത് ആകസ്മികമല്ല. ഇതിൻ്റെ സന്ദേശം ദൈവാലയം തിരക്ക് പിടിച്ച പ്രവർത്തനങ്ങളിൽ നിറഞ്ഞിരുന്നു. എന്നാൽ യഥാർത്ഥ ആരാധനയിൽ അത് ശൂന്യമായിരുന്നു. ആ വൃക്ഷത്തെ പോലെ തന്നെ ചരിത്രം ഈ മുന്നറിയിപ്പിനെ ശരിവയ്ക്കുന്നു. AD 70 യെരുശലേമും ദൈവാലയവും നശിപ്പിക്കപ്പെട്ടു. കാലമായിരുന്നില്ല. പിന്നെന്തിനാണ് ഈ വിധി? യുവജനങ്ങൾ പലപ്പോഴും സംശയിക്കുന്ന ഒരു കാര്യമാണിത്. എന്നാൽ ഇതിലെ രഹസ്യം ഇതാണ്: ആ പ്രദേശത്ത് ഇലകളുള്ള അത്തിവൃക്ഷങ്ങളിൽ നേരത്തെ തന്നെ ചെറിയ കായ്കൾ ഉണ്ടാകേണ്ടതാണ്. അതിനാൽ ഈ മരം ഫലമുണ്ടെന്ന് പുറമേ കാണിച്ചു, പക്ഷേ ഉള്ളിൽ ഒന്നും ഉൽപ്പാദിപ്പിച്ചില്ല. ഇത് കാപട്യത്തിൻ്റെ ചിത്രമായിരുന്നു. സീസണിൻ്റെ കുറവല്ല, മറിച്ച് ആത്മാർത്ഥതയുടെ കുറവാണ് ഇവിടെ വിഷയം. ദൈവം നോക്കുന്നത് ഫലമാണ്, രൂപത്തെയല്ല. ദൈവം ഇവയിലൊന്നും പ്രസാദിക്കുന്നില്ല. എന്താണ് അത്? അനുസരണമില്ലാത്ത വാക്കുകൾ, കീഴടങ്ങാത്ത ആരാധന, മാറ്റമില്ലാത്ത മതം. അവിടുന്ന് ആഗ്രഹിക്കുന്നത് എന്താണ്? സ്നേഹം, വിശ്വാസം, മാനസാന്തരം, വിശുദ്ധി. ലൂക്കോസ് 13:6 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത് പോലെ ഫലമില്ലാത്ത അത്തിവൃക്ഷത്തിന് സമയം നൽകപ്പെടുന്നു. എന്നാൽ അത് എന്നേക്കുമല്ല. പ്രത്യാശ, വിധിക്ക് മുൻപുള്ള കൃപ. ലൂക്കോസ് 13 ഉടമസ്ഥൻ മരം മുറിച്ചു മാറ്റാൻ ആഗ്രഹിക്കുന്നു. തോട്ടക്കാരൻ യേശു പറയുന്നു, 1 വർഷം കൂടി ഇതിനെ വിടുക. ഇതാണ് കരുണ, ഇതാണ് മധ്യസ്ഥത, ഇതാണ് നമ്മുടെ ഇന്നത്തെ അവസ്ഥ, നമ്മുടെ കാലഘട്ടത്തിനുള്ള സന്ദേശം. സോഷ്യൽ മീഡിയ വിശ്വാസത്തിൻ്റെയും സാംസ്കാരിക ക്രിസ്തീയതയുടെയും ആന്തരിക മാറ്റമില്ലാത്ത ബാഹ്യ വ്യക്തിത്വത്തിൻ്റെയും ഈ ലോകത്ത് ചോദ്യം ഇതാണ്: എനിക്ക് ഇലകളുണ്ടോ എന്നതല്ല, മറിച്ച് എനിക്ക് ഫലമുണ്ടോ എന്നതാണ്. കാരണം അന്ന് ആ വൃക്ഷത്തോട് സംസാരിച്ച അതേ യേശു തന്നെയാണ് ഇന്ന് നമ്മുടെ ഹൃദയങ്ങളോടും സംസാരിക്കുന്നത്. ഞങ്ങളെ ഫലദായകരാക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾ അങ്ങയുടെ മുൻപാകെ താഴ്മയോടെ വരുന്നു. ദൈവമായ കർത്താവേ, പുറമേ ജീവനുള്ളവരായി കാണപ്പെടുകയും എന്നാൽ ഉള്ളിൽ ശൂന്യമായിരിക്കുകയും ചെയ്ത സമയങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കണമേ. എല്ലാ കാപട്യങ്ങളെയും ഞങ്ങളിൽ നിന്ന് നീക്കം ചെയ്യണമേ. എല്ലാ വ്യാജ പുറമോടികളെയും തകർക്കണമേ.
കർത്താവെ, അങ്ങയുടെ ആത്മാവിനാൽ ഞങ്ങളെ നീതിയുടെ വൃക്ഷങ്ങളാക്കി മാറ്റണമേ. ഞങ്ങളുടെ ജീവിതങ്ങൾ ഫലം പുറപ്പെടുവിക്കട്ടെ. സ്നേഹത്തിൻ്റെ ഫലം, മാനസാന്തരത്തിൻ്റെ ഫലം, വിശുദ്ധിയുടെ ഫലം, നിലനിൽക്കുന്ന ഫലം. ലൂക്കോസ് 13 അത്തിവൃക്ഷത്തെ പോലെ ഞങ്ങൾക്ക് സമയം നൽകണമേ. പക്ഷേ അത് പാഴാക്കാൻ ഞങ്ങളെ അനുവദിക്കരുതേ. സത്യവിശ്വാസത്തിൽ ജീവിക്കുവാനും ശക്തിയോടെ പ്രാർത്ഥിക്കുവാനും അനുസരണത്തിൽ നടക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ ജീവിതങ്ങൾ അങ്ങേക്ക് മഹത്വം നൽകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ. ആമേൻ.